കരുവന്നൂർ സഹകരണ ബാങ്ക് തട്ടിപ്പിൽ നഷ്ടപ്പെട്ട പണം തിരികെ കിട്ടാതെ ജീവിതം വഴിമുട്ടിയിരിക്കുകയാണ് നിരവധി നിക്ഷേപകർ. നഷ്ടപ്പെട്ട പണം ലഭിക്കാൻ എന്തെങ്കിലും മാർഗമുണ്ടോ എന്നറിയാൻ ഇഡി ഓഫീസിലും പലവട്ടം കയറി ഇറങ്ങുകയാണിവർ. നിക്ഷേപകർക്ക് പൂർണ്ണ പിന്തുണയുമായി BJP സഹകരണ സെല്ലും ഉണ്ട്. കരുവന്നൂർ ബാങ്ക് തട്ടിപ്പിൽ കർശന നടപടികൾക്കൊപ്പം സാധാരണക്കാരായ നിക്ഷേപകർക്ക് നഷ്ടമായ ജീവിത സമ്പാദ്യങ്ങൾ എങ്ങനെ തിരികെ വാങ്ങി നൽകാൻ കഴിയുമെന്നതാണ് പ്രധാന ചോദ്യം. നിക്ഷേപങ്ങൾ കൃത്യമായി തിരിച്ചു നൽകാൻ കഴിയണമെങ്കിൽ വായ്പ ഇനത്തിൽ ലഭിക്കാനുള്ള പണം തിരികെ ലഭിക്കണം. എന്നാൽ കരുവന്നൂരിൽ ബിനാമി ഇടപാടുകളിലൂടെയാണ് പലരും വായ്പ സ്വീകരിച്ചിരിക്കുന്നത്. 5 ബ്രാഞ്ചുകളിൽ നിന്നായി 300 കോടി രൂപ വായ്പ ഇനത്തിൽ ലഭിക്കാനുണ്ട്. നിക്ഷേപകരുടെ പണം തിരികെ ലഭിക്കാനുള്ള നടപടികൾ ഉണ്ടാകണമെന്ന് BJP സഹകരണ സെൽ തൃശൂർ ജില്ലാ കൺവീനർ MV സുരേഷ് പറഞ്ഞു. ഇപ്പോഴും കഷ്ടത അനുഭവിക്കുന്ന ജനങ്ങൾ നിരവധിയാണ്, അതിൻ്റെ കൂടെ നിൽക്കുന്നവരടക്കം. അപ്പോൾ ഇവരിപ്പോൾ കഴിഞ്ഞ ദിവസം പ്രധാനമന്ത്രി പ്രഖ്യാപനം ഉണ്ടായിരുന്നു, എന്തെങ്കിലും പ്രതീക്ഷ വെച്ചിട്ടുണ്ട് അവരിപ്പോൾ ED ഉദ്യോഗസ്ഥന്മാരെ കാണാനായിട്ട് വന്നിരിക്കുന്നത്. അവർ ഇവരുടെ സംഘടനകൾ അവരുടെ ബോധിപ്പിക്കും. 5 നിക്ഷേപകരാണ് വീണ്ടും EDക്ക് മുന്നിൽ പരാതിയുമായി എത്തിയത്. കുമാരൻ, ഹരിഹരൻ, അരുൺ, ഷീല ഹരിഹരൻ എന്നീ നിക്ഷേപകരാണ് അവസാന ആശ്രയമായി EDക്ക് മുന്നിലെത്തിയത്. ഈ CPMന്റെ പല നേതാക്കന്മാരും എന്നെ സമീപിച്ചു, ചേട്ടൻ കുറേ പൈസ വെടിയിടണം. FD അവസാനിച്ചിട്ട് പൈസ വെച്ചപ്പോഴും സമയമായിട്ടില്ല. എനിക്കാണെങ്കിൽ ഒരു മോള് ഉള്ളത്, പിന്നെ ഹസ്ബൻഡിനാണെങ്കിൽ അവർ ഹാർട്ട് പേഷ്യൻ്റാണ്, ബൈപ്പാസ് ഓപ്പറേഷനൊക്കെ കഴിഞ്ഞിരിക്കുന്ന ആളാണ്, ജോലിയൊന്നുമില്ല. അപ്പോൾ ആകെയുള്ളൊരു വരുമാനമായിരുന്നു എൻ്റെത്. അപ്പോൾ ഈ പൈസ മോളുടെ കല്യാണത്തിന് വേണ്ടിയിട്ട് ഞാൻ കിട്ടിയിരുന്നത്. CPM നേതാക്കളുടെ നിർബന്ധത്തിന് വഴങ്ങി സ്വരൂപൂട്ടിയ ജീവിത സമ്പാദ്യമെല്ലാം കരുവന്നൂരിൽ നിക്ഷേപിച്ചവരുണ്ട്. നിക്ഷേപത്തിൽ ഒരു ഭാഗം പോലും തിരിച്ചു കിട്ടാതെ മക്കളുടെ വിദ്യാഭ്യാസം, വിവാഹം, സ്വന്തം ചികിത്സാ ചെലവുകൾ എന്നിവയ്ക്ക് ബുദ്ധിമുട്ടുന്ന സാധാരണക്കാരായ നിക്ഷേപകരുടെ ജീവിതം ദുരിതക്കയത്തിലാണ്. ജനം, കൊച്ചി.